സംസ്ഥാന കലോത്സവ വേദിയിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വേറിട്ട വ്യക്തിത്വം അതാണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് മായാദേവി. ഇവിടെ തോറ്റവർക്ക് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായും നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് പോലെ ഒരു കോമാളി വേഷത്തിൽ ചിരിപ്പിക്കാൻ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ രമാദേവി അല്ല മായാദേവി പറയും. ഗുരുവായൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ കലോത്സവത്തിന് ജോക്കറിന്റെ വേഷത്തിലാണ് വന്നേക്കുന്നത്. കാരണം ജോക്കർ ഒരിക്കലും കരയാറില്ല. പക്ഷെ ജോക്കർക്ക് ഒത്തിരി സങ്കടം ഉണ്ടാവും. അത് ജോക്കറിന്റെ മനസ്സിന്റെ ഉള്ളിലാണ്. പക്ഷെ പുറമെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾ ഈ മത്സരത്തിന് വരുമ്പോൾ ഒത്തിരി ടെൻഷനോട് കൂടിയിട്ടാണ് വന്നത്. കുട്ടികളും രക്ഷിതാക്കളും സംഘാടകരും എല്ലാവരും തന്നെ ഈ പരിപാടി ഉത്സവമാണെന്നുണ്ടെങ്കിലും ഒത്തിരി ടെൻഷനില്ല. പക്ഷെ ഒരു നിമിഷമെങ്കിലും ഒരു സന്തോഷം കൊടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തൊരു ചിരി പടർത്താൻ എൻ്റെ ഈ വേഷത്തിലൂടെ അവർ കഴിയുന്നുണ്ടെങ്കിൽ ഞാനതിൽ വിജയിച്ചു. ഞാൻ സന്തോഷിച്ചു, ഒപ്പം എന്നെ കാണാൻ വന്നവരും സന്തോഷിച്ചു. അപ്പോൾ ഒരു കുട്ടി പോലും ഇവിടുന്ന് സമ്മാനം കിട്ടിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് കരഞ്ഞു മടങ്ങാൻ പാടില്ല. അപ്പം എന്നെ കാണുമ്പോഴെങ്കിലും അവർക്കൊന്ന് റിലാക്സ് ആവാനും അടുത്ത മത്സരങ്ങളിലൊക്കെ നല്ല മിന്നുന്ന വിജയം അവർക്ക് നേടാനും ഒക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. വളരെ ഹാപ്പിയാണ്. കുട്ടികളെല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ്. മായ ചേച്ചിക്ക് കലോത്സവത്തിൽ പങ്കെടുത്തതോ അങ്ങനെ മത്സരം സമ്മാനം ലഭിക്കാത്തതോ അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഇതിന് ഘടകമായത് എന്തെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂൾ കലോത്സവത്തിനൊക്കെ ഫാൻസി ഡ്രസ് മത്സരത്തിന് പങ്കെടുക്കാറുണ്ട്. അന്ന് ഫാൻസി ഡ്രസ് കലോത്സവത്തിൽ ഒരിനമായിരുന്നു. ഇന്നതില്ല. പക്ഷേ അത് സ്കൂളിൽ തന്നെ വെച്ച് നിന്ന് പോയിട്ടേ ഉള്ളൂ. പുറമെ എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഒരു ഉപജില്ലാ തലത്തിലോ ജില്ലാ തലത്തിലോ സ്റ്റേറ്റിലോ ഒന്നും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. കാരണം ഇന്നത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു അന്ന്. എൻ്റെ വീട്ടിലെ സാഹചര്യം, സാമ്പത്തികം, അതെല്ലാം നോക്കുമ്പോൾ. പക്ഷേ ഒരു മത്സരത്തിൽ ഇപ്പോൾ ഈ 40 വയസ്സിൽ മത്സരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു വേഷത്തിലൂടെ ഒന്നും ഇവിടെ വന്ന് കണ്ട് ഒരു എൻജോയ് ചെയ്ത് പോകാനാണ് ഞാൻ ഇന്ന് ഈ തിരുവനന്തപുരത്ത് കലോത്സവ വേദിയിൽ വന്നത്. ഗുരുവായൂരിൽ നിന്നാണ് വന്നതെന്നറിയാം. ലോട്ടറി വിൽപ്പനയാണ് ഉപജീവന മാർഗം എന്നറിയാം. ഇങ്ങനെയൊക്കെ തയ്യാറെടുക്കാനുള്ള മറ്റൊരു മാനസിക പിൻബലം, കുടുംബത്തിന്റെ ഒക്കെ ഒരു പിൻബലം എങ്ങനെയാണ്? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. ഒരു കുട്ടീനെ വളർത്തണം. 15 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടീനെ വെച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക് 16 കൊല്ലങ്ങൾക്ക് മുന്നേ. അപ്പൊ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. സർക്കാരിന്റെ കുറച്ച് ടിക്കറ്റൊക്കെ ഇട്ട് വിൽക്കാൻ മുന്നോട്ട് വന്നു. അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണ കാലം വന്നു. കൊറോണ കാലം വന്നപ്പോൾ എല്ലാവരും വിഷമിച്ചാ നിൽക്കുന്നത്. കാശുള്ളവനും ഇല്ലാത്തവനൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഓണക്കാലം ആയതുകൊണ്ട് ഒരു മാസ്ക് ഇട്ട മാവേലിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി. അതൊരു നല്ലൊരു പോസിറ്റീവ് വൈബാക്കി. അതായത് കൊറോണയിൽ നിന്ന് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നതിനൊക്കെ ഒന്ന് പിന്തിരിഞ്ഞ് അവരുടെ ജോലിയിലേക്കും സന്തോഷങ്ങളിലേക്കും എത്തിച്ചേരാൻ കഴിഞ്ഞ് എന്നെയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. നല്ല കച്ചവടം കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ ഓരോ സീസൺ അനുസരിച്ച് ഞാൻ മാറി മാറി വേഷം ചെയ്യുന്നുണ്ട്. മാസ്കെട്ട മാവേലിയായിട്ടാണ് ലോട്ടറി വിറ്റ് നടന്നത്. ഫസ്റ്റ് കൊറോണ കാലം കഴിഞ്ഞ ആദ്യകാലത്ത് മാസ്ക് വെച്ച മാവേലിയായിരുന്നു. അതിന് ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിച്ചു. ഇപ്പൊ 4 കൊല്ലമായി ഞാൻ മാവേലി കെട്ടുന്നത്. പക്ഷെ എല്ലാവരും വളരെ സപ്പോർട്ടാണ്. പിന്നെ എല്ലാ സീസണിലും ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിനടക്കം ഞാൻ സാന്റാക്ലോസ് ആയിരുന്നു. മറിയച്ചേടത്തി അങ്ങനെയൊക്കെ കെട്ടിയിട്ടും എനിക്ക് നല്ല അനുകൂലമായ ഒരു രീതിയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയത്. അപ്പൊ എനിക്ക് തന്നെ അതൊരു പോസിറ്റീവ് വൈബാണ്. എന്റെ ജീവിതം എല്ലാം നശിഞ്ഞു, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ഈ ജനങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്കതൊരു പോസിറ്റീവ് വൈബാണ്. തീർച്ചയായും മായാദേവി നൽകുന്ന ഒരു മഹത്തായ സന്ദേശമാണ് തോറ്റവരെ നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് ഇവിടെ ചിരിപ്പിക്കാൻ എന്ന സന്ദേശം. അതിലുപരി ജീവിതത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഇത്തരം വേദികളിലെന്ന പാഠം കൂടിയാണ്. തെരുവിൽ ലോട്ടറി വിറ്റുകൊണ്ട് നാടിനെയും നാട്ടുകാരെയും ചിരിപ്പിച്ചുകൊണ്ട് ഇവർ ജീവിച്ച് കാണിക്കുകയാണ്.